ഇന്നത്തെ കാലഘട്ടം വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. 1997 കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത് ഒരു വർഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 6.04 ലക്ഷം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വർഷമാണ് ഈ 1997. അന്നൊക്കെ 5.5 ലക്ഷം 6 ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം 2024 കണക്ക് ഇതുവരെ അവൈലബിൾ അല്ല, 2023 കണക്കുകൾ അവൈലബിൾ ആണ്. അതിൽ പറയുന്നത് 4 ലക്ഷത്തിനടുത്താണ് കേരളത്തിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം. അതായത് 6 ലക്ഷത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഏകദേശം 33% കുറവ് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവിനെ നമ്മുടെ സമൂഹം എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടാനായിട്ട് ഇന്ന് കുട്ടികൾ മുതിർന്ന് യുവജനങ്ങളാകുമ്പോഴേക്കും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ വീടുകൾ ധാരാളമുണ്ട്, പക്ഷേ വീടിനകത്ത് മനുഷ്യരില്ല എന്ന് പറയുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളോട് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ എന്നോട് പറയും, ഡോക്ടറെ കൂടുതൽ പിള്ളേരുണ്ടായിട്ട് എന്താ കാര്യം, വയസ്സാവുമ്പോൾ ഈ പിള്ളേർ നമ്മൾ നോക്കുന്നത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് തിരിച്ച് ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്: വയസ്സാകുമ്പോൾ മക്കൾ നമ്മൾ നോക്കുമെന്ന് പ്രതീക്ഷ ഇല്ല എങ്കിൽ പിന്നെ ആര് നമ്മൾ നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്? ഞാൻ മാതാപിതാക്കളുടെ അടുത്ത് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളൂ, ദൈവമേ വയസ്സാവുമ്പോൾ എന്നെ നോക്കാൻ നല്ലൊരു ബംഗാളീനെ തരണേ എന്ന് നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയും. ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാൻ മനസ്സ് തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഞാൻ എപ്പോഴും പറയും രണ്ടാമത്തെ ഓപ്ഷനാണ് കൂടുതൽ നല്ലത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച വളർന്ന അവരുടെ സംസ്കാരവും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ കുട്ടി വളർന്ന് വലുതായി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നന്നായിട്ട് നോക്കണേ എന്ന് പ്രാർത്ഥിക്കണേക്കാൾ നല്ലതല്ലേ എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനായിട്ട് മനസ്സ് തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്?